അമ്മ അല്ലെങ്കിൽ ഉമ്മ രണ്ടും ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും ഈ ലോകത്ത് വേണ്ടപ്പെട്ട വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നതും ഉമ്മയെ തന്നെയാണ്. കാരണം ഉമ്മ ഈ ലോകത്തുനിന്ന് വിട്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നവര് നമ്മളാണ്. കാരണം അങ്ങേ തലക്കല് ഒരു ഫോൺ കോളിൽ വിളിക്കുമ്പോൾ എൻ്റെ മക്കള് അല്ലെങ്കിൽ എൻ്റെ മകൻ നീ എന്തെങ്കിലും കഴിച്ചോ, നോക്കിപ്പോവണേ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നോക്കി ഇറങ്ങണേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരാൾ ഉള്ളപ്പോൾ നമുക്ക് ആ കണ്ണിൻ്റെ അല്ലെങ്കിൽ ആ കണ്ണിരിക്കുമ്പം കണ്ണിന്റെ വേദന മനസ്സിലാവില്ല എന്ന് പറയുന്നത് പോലെയാണ് ഉമ്മ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഇവനെ ശപിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആരെയെന്നല്ല, ആരിഫ് ഹുസൈൻ. ഇന്ന് അവന്റെ ഉമ്മ മരണപ്പെട്ട ദിവസമാണ്. അവന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു പോസ്റ്റാണ് അതാ ഈ കൊടുക്കുന്നത്. എന്താ ആ പോസ്റ്റ് കണ്ടില്ല നിങ്ങൾ? സ്വന്തം ഉമ്മയുടെ മരണത്തെ പോലും വളരെ മോശമായ രീതിയിൽ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഇത്രയ്ക്കും തരം താന്ന ഒരു വ്യക്തിയാണോ? ഇവനെ ഡോക്ടർ എന്നൊക്കെയാണ് പറയുന്നത്, ഡോക്ടർ ആരിഫ് എന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കണം. 10 മാസം ചുവന്ന് പ്രസവിച്ച സ്വന്തം ഉമ്മയുടെ മരണവാർത്ത ഇത്രയും മോശമായ രീതിയിൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് അപഹാസ്യനാവുകയാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന മത പുന്നാരമോൻ. നിനക്ക് ഇസ്ലാമിനോടാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളോടാണ് നിനക്ക് വിരോധമെങ്കിൽ ഓക്കെ ആയിക്കോ, അതിനൊന്നും ഒരു കുറ്റമില്ല. പക്ഷേ 10 മാസം ചുവന്നു പ്രസവിച്ച നിന്റെ ഉമ്മ, നിന്നെ കൈപിടിച്ച് നടത്തിയ നിന്റെ ഉമ്മ, നിനക്ക് ആദ്യാക്ഷരം പഠിപ്പിച്ചു തന്ന നിന്റെ ഉമ്മ. ഉമ്മ എന്ന് പറയുന്നത് ടീച്ചറാണ്, വേലക്കാരിയാണ്, ഡോക്ടറാണ്, വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉമ്മയാണ്. ആ ഉമ്മയാണ് നിനക്കെല്ലാം പകർന്നു തന്നത്. ആ ഉമ്മയാണ് മരിച്ച് മയ്യത്തായിട്ട് ആ വീട്ടിൽ കിടക്കുന്നത്. നിനക്ക് ഇസ്ലാമികപരമായിട്ട് നിനക്ക് വിശ്വസിക്കേണ്ട, ദൈവവിശ്വാസമില്ലെങ്കിൽ ഓക്കെ, അത് ഒരാളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷേ ഈ കാണിച്ചത് വളരെ മോശമായിട്ട്, സ്വന്തം ഉമ്മയുടെ മയ്യത്തിനെ പോലും വളരെ മോശമായിട്ട് കളിയാക്കിയ നീ എന്താണ് ഈ ലോകത്ത് കൊടുക്കുന്ന സന്ദേശം ഒന്ന് പറയും? എന്തിനാടാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ചത്തൂടെ നിനക്ക്? നല്ല വിഷം കിട്ടും, അത് വാങ്ങിക്കുടിച്ച് ചത്തോ, അതായിരിക്കും നല്ലത്. ഈ ലോകത്തിന് നിന്നെ പോലുള്ള ആൾക്കാർ വേണ്ട. വെറും മതവർഗീയത മാത്രം പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ തമ്മിത്തല്ലുണ്ടാക്കാൻ നോക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമികമായ കാര്യങ്ങളെ വർഗീയപരമായിട്ട് വൽക്കരിച്ച് അതിലൂടെ ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്ന നിന്നെ പോലുള്ള പുന്നാര മോന്മാന്മാർ ഈ നാടിന് വേണ്ട. സ്വന്തം പെറ്റുമ്മയെ പോലും ഇത്രയും ഇതായിട്ട് കളിയാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീയൊക്കെ എന്തിനാടാ മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കുന്നത്? ചത്തൂടെ നിനക്ക്? നിനക്ക് വിഷം വാങ്ങാനുള്ള പൈസ ഞാൻ അയച്ചു തരാം, നിന്റെ അക്കൗണ്ട് പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. നീ ഏത് തരം വിഷമാണെന്ന് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ അയച്ചു തരാം അതിനുള്ള പൈസ. അത് വാങ്ങിത്തിന്ന് കഴിച്ച് മരിച്ചേക്ക്. സ്വന്തം ഉമ്മ പറയാനില്ലടാ, നിന്നെ മനുഷ്യനായിട്ടൊന്നും കൂട്ടാൻ പറ്റൂല. നിന്നെ കൂട്ടാൻ പറ്റിയ ഈ ദുനിയാവിൽ ഒരു ജീവിയില്ല. പട്ടിയായിട്ട് കൂട്ടാൻ പറ്റൂല, പന്നിയായിട്ട് കൂട്ടാൻ പറ്റൂല. ചിലപ്പം മനുഷ്യന് സ്നേഹമുള്ള ജന്തുക്കളാണ് ഇതൊക്കെ. നിന്നെ ഏതിൽ കൂട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിലും കൂട്ടാൻ പറ്റൂല. തീട്ടം തീട്ടം അതിലേ നിന്നെ കൂട്ടാൻ പറ്റൂ. ഒന്നും പറയാനില്ലടാ നായി.